ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ പോവാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തന്നെ ഒരു ലൈക്കും പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി കൊടുക്കുക കേട്ടോ. ഇതെല്ലാ വീഡിയോയിലും റിപ്പീറ്റായിട്ട് പറയേണ്ടി വരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ കമൻറ്റും ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനൊക്കെ എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഡിന്നർ പ്രിപ്പറേഷനാണ് കേട്ടോ. കാരണം നമ്മൾ ഉച്ചക്കത്തേക്ക് ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് വൈകുന്നേരം വന്നതിന് ശേഷം ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് പൂള ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ കപ്പ കൊളിക്കിഴങ്ങ് ഓരോരുത്തർ ഓരോന്നാണല്ലോ പറയാം, നമ്മൾ പൂള എന്നിട്ട് പറയാം. അപ്പോൾ പൂള പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടത്ത് ചമ്മന്തിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചത് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ഗിവ് അവേ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എന്നാൽ പോലും പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ ഗിവ് അവേ നടത്തുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ ഗിവ് അവേ നടത്തുന്നത്. അപ്പോൾ ഗിവ് അവേ എന്നത്തേക്കാണ് അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച കമ്മിങ് സൺഡേ ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഗിവ് അവേ നടത്തുക. അത് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ലൈവായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സൺഡേ രാവിലെ പോസ്റ്റിലോ ഷോർട്സിലൊക്കെ ആയിട്ട് ആ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ഇതുവരെ വേറെ പറയത്തക്ക ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. പക്ഷേ നമുക്ക് എന്തായാലും സൺഡേ നടത്താൻ പറ്റുമെന്നാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡിന്നർ സെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിന്നർ സെറ്റ് എന്ന് പറയുമ്പം നോൾട്ട, സെല്ലോ, അതുപോലെ തന്നെ ബോറോസിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഒരു 32 അല്ലെങ്കിൽ 34 പീസ് ഡിന്നർ സെറ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഏതാണെന്നുള്ളത് അവൈലബിലിറ്റി പോലെ ആ സമയത്ത് നമുക്ക് പറയാം കേട്ടോ. ഇനി ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ സ്ക്രീനിലും കൊടുക്കുക, അതുപോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ ഒരു വീഡിയോന് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജുണ്ട്, ആ ഒരു ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ജസ്റ്റ് യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ കാര്യം, അതായത് കമൻറ്റ്. അപ്പോൾ കമൻറ്റ് ഇടേണ്ടത് ഈ ഒരു വീഡിയോൻ്റെ താഴെയോ അല്ലെങ്കിൽ ഞാൻ മുന്നേ ഗിവ് അവേ ഡിക്ലെയർ ചെയ്ത വീഡിയോൻ്റെ താഴെയല്ല, അതിന് മുന്നായിട്ടുള്ള 3 വീഡിയോസ്. അതായത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ഈദ് മെനു ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ, രണ്ടാമത്തത് ബീഫ് ബിരിയാണീൻ്റെ ഒരു വീഡിയോ, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, ഒരു ഈവനിങ് റുട്ടീൻ കാണിക്കുന്ന. അപ്പോൾ ആ 3 വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആ 3 വീഡിയോ ആയിരിക്കും നമ്മൾ ലൈവിൽ സൺഡേ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കമൻറ്റാണ് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു 3 വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് അതും കൂടി ചെയ്യാം. അങ്ങനെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമതൊരു സ്റ്റെപ്പും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ
ഇട്ട കഴിഞ്ഞ ലോങ് വീഡിയോ, അതായത് നമ്മൾ ഗിവ് അവേ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉള്ള ഏതെങ്കിലും 3 വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ടതിന് ശേഷം ആ ഒരു സമയത്ത്, അതായത് നമ്മൾ ഗിവ് അവേ കഴിയുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഫോർവേഡ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അഥവാ ഗിവ് അവേ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ മാത്രം സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും നോക്കും. നിങ്ങൾ വിന്നർ ആയതിന് ശേഷം മാത്രമാണോ അയച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മുന്നേ അയച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ആ സമയത്ത് നോക്കും. അപ്പം കറക്റ്റായിട്ട് അതൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയും 3 സ്റ്റെപ്സാണുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അഥവാ കമൻറ്റ് പിക്കർ വെച്ചിട്ട് നിങ്ങളുടെ പേര് പിക്ക് ചെയ്തെടുത്താലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഫോളോ ചെയ്തിട്ടില്ല, ഇനി അതല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കോ ഫാമിലി ഗ്രൂപ്പിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ ഓൾറെഡി ഞാൻ 2 or 3 പേര് എടുത്ത് വെക്കും. എന്നിട്ട് ഒരാളെ ഞാൻ ആ ഒരു സമയത്ത് ചൂസ് ചെയ്യുള്ളൂ. ഫസ്റ്റ് എടുക്കുന്ന ആൾ ഇതൊക്കെ നോക്കിയിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ എടുക്കുന്ന 2 പേരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ അങ്ങനെ ചൂസ് ചെയ്യുക. അപ്പോൾ 3 പേര് ടോട്ടലി എന്തായാലും എടുക്കും. പക്ഷേ ഫസ്റ്റത്തെ ആളായിരിക്കും നമ്മൾ ആ ഒരു വിന്നർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. ജസ്റ്റ് ഒരു കമൻറ്റും ലൈക്കും ഷെയറൊക്കെ മതിയല്ലോ. കിട്ടുകയാണെങ്കിൽ ഡിന്നർ സെറ്റ് കിട്ടുമല്ലേ. പിന്നെ ഈ ഒരു ഗിവ് അവേക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോണിറ്റൈസ്ഡ് ആവാതെ ഒരു ചാനൽ ഗിവ് അവേ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ.